മതി, പ്രാക്ടീസ് ചെയ്തതൊക്കെ മതിയാക്കൂ. ഇനി ജോലി തുടങ്ങാൻ തയ്യാറായിക്കൊള്ളൂ. 2 ദിവസത്തിനുള്ളിൽ വേദാനഗരത്തിലുള്ള എല്ലാ സൈക്കിളും മോഷ്ടിക്കണം. എന്നിട്ട് ആരും അറിയാതെ പെട്ടെന്ന് കടന്നു കളയണം. എന്തിനാന്ന് ചോദിക്കൂ. എന്തിനാ രുക്കാബായ്? കാരണം ഈ റുക്കാബായ് ഒരേ സ്ഥലത്തും ഉറച്ചു നിൽക്കില്ല. I am coming. എന്റെ സൈക്കിള്, എന്റെ സൈക്കിള്! കള്ളൻ, കള്ളൻ! പിടിക്ക്, പിടിക്ക്! എന്റെ സൈക്കിള് കൊണ്ടുപോകുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് വേദ നഗരത്തിൽ സൈക്കിൾ മോഷണം നടക്കുകയാണ്. പോലീസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ തന്നെ പറയൂ. എന്റെ അടുത്ത് ഇതിന്റെ ഫുൾ പ്രൂഫ് പ്ലാൻ ഉണ്ട്. ആ സൈക്കിൾ കള്ളന്മാരെ ഞാൻ മുഴുവനും ഇല്ലാണ്ടാക്കും. ചവിട്ടി പിടിക്കപ്പെടാം. വേഗം പോ. ആ സൈക്കിൾ കള്ളനെ പിടിക്കണമെങ്കിൽ നമുക്ക് സൈക്കിളിൽ തന്നെ ചേസ് ചെയ്ത് അവനെ പിടിക്കണം. അത് കണ്ടോ ശിവ, അവനും സൈക്കിളിലല്ലേ. നമുക്ക് ശിവയോട് പറയാം നമ്മുടെ സൈക്കിളിനെ ഒന്ന് നോക്കിക്കോളാൻ. ഓക്കേ സാർ. ശിവ, സൈക്കിള് കളവ് പോവാതെ നോക്കിക്കോളണം. സൈക്കിള് കട്ടോണ്ട് പോകുന്ന ഒരു ഗ്യാങ് നമ്മുടെ വേദ സിറ്റിയിൽ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അറിയോ, ഞാനും പേടാറാമും ഇപ്പൊ സൈക്കിളാണ് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലത്തും സൈക്കിള് നിർത്തി ദൂരെന്ന് നോക്കും. ആരെങ്കിലും സൈക്കിള് മോഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവനെ കയ്യോടെ പിടിക്കും. എങ്ങനെയുണ്ട്? അങ്ങോട്ട് നോക്കിയേ, ഞങ്ങള് യാത്ര ചെയ്ത സൈക്കിള് ദൂരെ പാർക്കിങ്ങിൽ വെച്ചിരിക്കുന്നത് കണ്ടോ സാറേ? നമ്മള് വന്ന സൈക്കിള് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്ത്? അതെ സാറേ. അതാ കണ്ടോ, ആ കള്ളൻ നമ്മുടെ സൈക്കിൾ അടിച്ചോണ്ട് പോകുന്നത്. ഗോ ആൻഡ് അറസ്റ്റ് ഹിം. ഈ കള്ളന്മാരെ ട്രാപ്പ് ചെയ്ത് മാത്രമേ പിടിക്കാൻ പറ്റൂ. ഇവരെ ആരെയും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവര് മാസ്ക് ഉപയോഗിച്ചാണ് മോഷ്ടിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവരെ കൈയോടെ പിടിക്കുന്നതായിരിക്കും നല്ലത്. എന്റെ അടുത്ത് ഒരു നല്ല പ്ലാൻ ഉണ്ട്, നിങ്ങൾ കേൾക്കൂ. അതെ ശിവ, നിനക്കൊരു കാര്യം അറിയോ? റോഡിന്റെ അങ്ങേവശത്ത് ഞങ്ങൾ സൈക്കിൾ വെച്ചിരിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. അവർ മോഷ്ടിക്കുന്ന സമയത്ത് കൈയോടെ പിടികൊടുവാൻ നിങ്ങളുടെ സഹായവും ആവശ്യമാണ്. കലക്ക് ശിവ, വെരി ഗുഡ് ഐഡിയ. ഞാനും അവിടെ ഒളിഞ്ഞിരുന്നോളാം. പക്ഷേ ഇവിടെ നിന്നാ എന്നെ ചിലപ്പോ കാണും.
ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ, വേഗം വന്നേ. ഒന്നോ, ഇവരെങ്ങനെയാ മുകളിൽ എത്തിയത്? ശിവ, കള്ളന്മാരിതാ സൈക്കിൾ എടുത്തോണ്ട് പോകുന്നു. രവ, ഞാൻ ഇവരുടെ പുറകെ പോട്ടെ. നീ ലഡു സിംഗ് സാറിനെയും മറ്റുള്ളവരെ രക്ഷിച്ചിട്ട് പുറകെ വന്നാ മതി. ഒന്ന് നിൽക്കൂ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. ഹലോ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഞങ്ങളൊന്ന് ഇറക്കി വിട്, താഴേക്ക് ഇറക്കി വിടാൻ. അങ്ങനെ തന്നെ, വേഗം വേഗം കളിക്ക. ലഡു സിംഗ് സാറേ, പെട്ടെന്ന് വാ, നമുക്ക് ചെന്ന് ശിവയെ സഹായിക്കാനുണ്ട്. വണ്ടി വിട്. ശിവ, നിന്റെ പോലത്തെ സൈക്കിളാണ് വേണ്ടത്. ഓരോ സൈക്കിളിലും ആരാർ ഓടിക്കണമെന്നുള്ള പേരുണ്ടാകും. എത്രയും പെട്ടെന്ന് നിന്റെ പേര് അവസാനിക്കാൻ പോവുകയാണ്. പകരം എന്റെ പേര് വരും. All the best. സൈക്കിളിൽ സൈക്കിൾ ഓടിക്കുന്നവന്റെ പേരായിരിക്കും എഴുതിയിരിക്കുക. ആ സൈക്കിൾ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയേ പറ്റൂ. ഇനി ആ സൈക്കിൾ മോഷ്ടിച്ച് കിട്ടുന്നത് വരെ വേറെ ഒരു മോഷണവും ഞാൻ ചെയ്യില്ല. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്, കേൾക്കൂ. ഹലോ രേവ,
നമ്മൾ വിരിച്ച വളയിൽ കള്ളൻ വീണിരിക്കുന്നു. ഞാൻ ലഡു സിംഗ് സാറിന്റെ ഒപ്പം പോയി സൈക്കിളെയും ആൾക്കാരെയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. നോക്കൂ ഈ സൈക്കിൾ എങ്ങനെയുണ്ടെന്ന്. ഇതാണ് അവന്റെ സൈക്കിള്. ഇപ്പൊ ഒരു ബട്ടന്റെ കാര്യം മനസ്സിലായി. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇത് സൈക്കിളാണോ അല്ല ഭ്രാന്ത് പിടിച്ച വല്ല കുതിരയാണോ? പക്ഷേ ഈ സൈക്കിളിൽ എഴുതിയിട്ടുണ്ടാകുമല്ലോ ഓടിക്കുന്നവന്റെ പേര്. ഒരു ദിവസം ഞാൻ ഇവൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവരും. സൈക്കിൾ നമ്മുടെ റേഞ്ചിനകത്ത് തന്നെയുണ്ട്. ഇവിടെ എവിടെ കാണും. ഞാനിനി റിമോട്ട് ഉപയോഗിച്ച് സൈക്കിൾ ഇവിടെ വരുത്തിക്കാം. ഞാൻ വല്ലാതെ പേടിച്ചു പോയടാ. അതിനെ പിടിക്ക്. അത് പോകുന്നത് കണ്ടില്ലേ? അപ്പൊ ആ ചെറുക്കൻ ഇവിടെ എവിടെയോ ഉണ്ട്. അവന് മാത്രമേ ഇതിന് റിമോട്ടിൽ വിളിക്കാൻ പറ്റൂ. വേഗം ചെന്ന് സൈക്കിളിനെ പിടിക്കേ. അങ്ങനെ തന്നെ വിടരുത്. അതിനെ വിടാൻ പാടില്ല. അവരൊക്കെ സൈക്കിൾ ചേസ് ചെയ്ത് വരാണ്. നിങ്ങൾ വേഗം ഒളിക്കാൻ നോക്ക്. സാറേ അകത്തേക്ക് വന്നേ. സാറേ ആരെടുത്തോണ്ട് പോയത്?
ഞങ്ങളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് പറ്റില്ല കുട്ടി. സൈക്കിളിൽ പേരെഴുതിയിട്ടുണ്ടാകും ആരാണ് ഓടിക്കേണ്ടതെന്ന്. ഇനി ആ സൈക്കിളിൽ എന്റെ പേര് മാത്രമേ എഴുതിയിട്ടുണ്ടാവൂ കുട്ടി. എന്നെ കുട്ടിന്ന് വിളിക്കരുത് ചേട്ടാ. ഓഹോ, കുട്ടീനെ പിന്നെ കുട്ടീന്ന് വിളിക്കാതെ സൈക്കിളിന്ന് വിളിക്കാൻ പറ്റുമോ? ശിവ ശിവ എന്നാണ് എന്റെ പേര്. ഏയ് പിടിക്കുന്നിവനെ, എന്തോന്നാ മെഴിച്ചു നോക്കുന്ന? ഇത് വിലങ്ങാണ്. വിലങ്ങ് അറിയുന്നവരുടെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ടാവും, അറിയോ? ഹാൻഡ്സ് അപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. ഇത് പിടിക്കേ. ആൻസർ വേണേ ചെയ്യാം. നിങ്ങളെ തോക്ക എവിടെ പോയി? അയ്യേ, അത് ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് റിവോൾവർ ടേബിളിന്റെ മീതെ വെച്ചിട്ട് വന്നു. എടുക്കാൻ മറന്നു പോയതാ. ഓ നോ. ഏ, ഏ. ആ, പേടാറാം, വേഗം വന്ന് പിടിക്കേ. ആ സാർ, ദാ വന്നോണ്ടിരിക്കാണ്. വേഗം വേഗം പിടിക്കേ. എടോ എന്നെ അല്ലടോ ഇവനെ പിടിക്കാനാ പറഞ്ഞത്. എടാ നീ വണ്ടി ഒന്ന് നിർത്ത്. എടാ വണ്ടി നിർത്താലേ പറഞ്ഞ. പേടിക്കവന്. ഒരു കാര്യം എനിക്കിപ്പോ മനസ്സിലായി. ആ സൈക്കിൾ ഇല്ലാതെ നിനക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുള്ള കാര്യം. പറ്റുമെങ്കിൽ നീ എന്റെ അടുത്ത് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും കുട്ടി. ഇനി എന്റെ കയ്യിൽ നിന്ന് നീ കൊറേ മേടിക്കും കുട്ടി. എന്താ മറന്നുപോയ ചേട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കുട്ടി എന്ന് വിളിക്കരുതെന്ന്. ഇനി എനിക്ക് തല്ല് മേടിക്കാനുള്ള ശക്തിയില്ല. അല്ല, ഇൻസ്പെക്ടർ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഒന്ന് പറ, എന്നെ ഒന്ന് വേഗം അറസ്റ്റ് ചെയ്യാൻ. ഇദ്ദേഹത്തിന്റെ കയ്യിൽ അതിന് റിവോൾവർ ഇല്ലല്ലോ. അത് സാരമില്ല, ഞാൻ സറണ്ടർ ആയിക്കോളാന്ന്. എവിടെ മറ്റേ കള്ളന്മാർ ഒളിഞ്ഞിരിക്കുന്ന പറ. ദേ ഇവിടെയുണ്ട്. ആഹാ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. പെട്ടെന്ന് നിങ്ങൾ സറണ്ടർ ആയാ നിങ്ങൾക്ക് ജയിലിന്റെ അകത്തേക്ക് പോകാം. അവിടെ നന്നായിട്ടിരുന്ന് മാവരയ്ക്കാം. കൈ കൊണ്ട് അരച്ചു കഴിഞ്ഞാൽ കയ്യിന് നല്ല ബലം കിട്ടും. ഏട്ടന്മാരെ, പല പല സൈക്കിൾ ആരുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്റെ സൈക്കിളിൽ എന്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ശരിയല്ലേ കൂട്ടുകാരെ?